ശരിക്കും ഈ വഴുതണങ്ങി എന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടമാകും, എന്നാൽ ചിലർക്ക് തീരെ ഇഷ്ടമാവില്ല കേട്ടോ. എന്നാൽ ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഇനി ഇഷ്ടമല്ലെങ്കിലും കഴിക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതണങ്ങ റെസിപ്പി ആട്ടോ ഇത്. വഴുതണങ്ങയൊക്കെ പല വെറൈറ്റിയിൽ ഉണ്ടാക്കാമെങ്കിലും ഇനി ഇതുപോലെ വഴുതണങ്ങ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോഴിത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓള് തന്നെ ഒന്ന് അമർത്തിയേക്കണേ. ഇത് ഉണ്ടാക്കാനായി ഒരു പാൻ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു 3 ചെറിയ വഴുതണങ്ങ എടുത്ത് ഇതുപോലൊന്ന് അത്യാവശ്യം വലുതായി തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാട്ടോ. ഈ വഴുതണങ്ങയൊക്കെ ഈ എണ്ണയിൽ കിടന്ന് ഒന്നങ്ങ് ഫ്രൈ ആക്കി ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. വഴുതണങ്ങ കറി വെക്കുന്നതിന് മുന്നേ വഴുതണങ്ങ ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്നങ്ങ് വയറ്റി കൊടുക്കാട്ടോ. ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വരണം, അതുവരെയും ഒന്നങ്ങ് വയറ്റിയെടുക്കാട്ടോ. ഇപ്പൊ ദാണ്ട് ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ മതിയാവും. ഈ പാകമൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് എടുത്തു വെക്കാം. വീണ്ടും ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കറി ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ആ പാൻ തന്നെ ഒന്ന് വെച്ചിട്ട് അതിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൂടെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാട്ടോ. ഈ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ ഒന്ന് എത്തണം കേട്ടോ. അതുവരെയും വഴറ്റിയെടുക്കാം. അത് അത്യാവശ്യം ഒരു കഷ്ടപ്പെട്ട പണിയാണെങ്കിലും പെട്ടെന്ന് തന്നെ അങ്ങ് വഴണ്ടി ഇട്ടു കേട്ടോ. കുറച്ച് സവാളയല്ലേ ഉള്ളൂ. അതെ, ഈ ഭാഗമൊക്കെ എത്തുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നവരെയും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുമ്പോഴേക്കും അതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താട്ടോ. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരും. ഇതുപോലെ ഒന്ന് ആവുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇതിന്റെ പച്ചമണം ഒക്കെ മാറുന്നവരെയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. തീയൊക്കെ നല്ലപോലെ ഒന്ന് കുറച്ച് ഒരു സിമ്മിലൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ. അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞൊരു വല്ലാത്ത ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം ഈ പൊടികളുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി ചെറുതായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അതെ, ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ മതിയാവും. ഈ സമയം ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്ത് അതിന്റെ നീരെടുത്തതാട്ടോ. അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഈ മസാലയായിട്ട് വീണ്ടും നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/4 കപ്പൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി ഇതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാട്ടോ. ശരിക്കും ഈ വഴുതണങ്ങ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാട്ടോ. ഈ ശർക്കര ഇടുമ്പോൾ ആ പുളിയും ഉപ്പും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടും. അത് കുറച്ചൊരു ശർക്കരയും കൂടെ ഇട്ട് വീണ്ടും നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച വഴുതണങ്ങ കൂടെ ഒന്ന് ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാട്ടോ. ശരിക്കും ഇപ്പോഴേ ഈ കറി കാണുമ്പോഴേ നല്ല കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാട്ടോ ഇത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെ കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 7 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ലപോലെ വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് നമ്മുടെ വഴുതണങ്ങയോടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്ന ഒരു കറിയാട്ടോ ഇത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പൊ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.